സ്പോൺസർ കണ്ട് ഇറങ്ങിയാണ് ഞങ്ങളിപ്പോൾ. കാരണം നമ്മൾ എന്താ പറയുക, പുലിമുരുകൻ്റെ ആ ഒരു ടീമിൻ്റെ തിരിച്ചുവരവെന്നൊക്കെ വിചാരിച്ചിട്ട് കയറിയാണ്. പക്ഷെ അത്രയ്ക്ക് ഇങ്ങോട്ട് എത്തിയാൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. വളരെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഹാഫിന് ശേഷമൊക്കെ കഥ കുറച്ചും കൂടിയൊക്കെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഇഴഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് എന്താ പറയുക, ഈ ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞൊരു ജേണലിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവില്ല അവസാനം എന്ത് സംഭവിക്കുക. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും കഥേൻ്റെ പോക്ക് എങ്ങോട്ടാ, ക്ലൈമാക്സ് ഇന്ന് തന്നെയാണെന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് വരുന്നത്. കറക്റ്റായി പ്രൊഡിക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഈസി നമുക്ക് എടുത്തു പറയാം. ഫൈറ്റ് സീൻസ് നല്ല രീതിയിൽ വീട്ടിലെ ഫൈറ്റാണ്. പിന്നെ എന്താ വെച്ചാൽ ലാലേട്ടൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ലാലേട്ടൻ്റെ അഴിഞ്ഞാടാൻ വിട്ടാണ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് നമ്മുടെ ഇൻട്രോയിൽ വരുന്ന ഒരു ക്യാരക്ടർ ക്ലൈമാക്സ് ആവുമ്പോഴേക്കും എൻ്റെ ഡിഫറെന്റ് സ്വിച്ച് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സ്വിച്ച് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ആ ഒരു എന്താ പറയുക സ്ക്രീൻ ഒക്കെ എടുത്തു പറയാം നല്ല രീതിയിൽ. ഫൈറ്റ് സീക്വൻസിലൊക്കെ പുള്ളി നന്നായി രീതിയിൽ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തിരിച്ചൊരു തിയേറ്ററിൽ ലാലേട്ടൻ്റെ ഒരു നമുക്ക് തോന്നാൻ പറ്റുക അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളെ റേറ്റിംഗ് പറഞ്ഞെങ്കിൽ 7.5 ഒക്കെ കൊടുക്കാം. കുഴപ്പമില്ല, അടിപൊളിയാണ്. മോഹൻലാലിൻ്റെ തിരിച്ചറിവായിരുന്നു ഇല്ല. ലാലിൻ്റെ തിരിച്ചറിവായിട്ട് കാണാൻ പറ്റും. മോഹൻലാലിന്റെ തിരിച്ചതായി കാണാൻ പറ്റും. തിരിച്ചുവരവായിട്ട് കാണാൻ പറ്റും. മൂപ്പർ ചെയ്ത കുഴപ്പമൊന്നുമില്ല, ഡിഫറൻറ്റ് സ്റ്റോറിയാണ്. കുറച്ച് ഫോർവേഡ് തിങ്കിങ് ആണ്, ഇഷ്ടപ്പെട്ടു. കുറച്ച് ബോൾഡ് സ്റ്റോറിയാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. കൊള്ളില്ല. എത്ര ഔട്ട് ഓഫ് 5? ഔട്ട് ഓഫ് 5 ഔട്ട് ഓഫ് 5 കൊടുക്കാം. അത്രയേ ഉള്ളൂ. വലിയ ഇഷ്ടപ്പെട്ടില്ല.